ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുഹും, ഈ മുനാഫിക്കീങ്ങൾക്ക് രൂപമാ. സിഫത്തുഹും ഫി നിഫാഖിഹിം, അവിടെ കാപട്യത്തിൽ അവരുടെ രൂപം മസലില്ലതി ഒരുത്തനെ പോലെയാണ്. ഇസ്തൗഖദാന ഔഖദ നാറൻ ഫി ദുൽമത്തിൻ, ഇരുളുള്ള സമയത്ത് അവൻ തീ കത്തിച്ചു. ഫലമ്മ അലാഅത്ത് മാ ഹൗലഹു, അങ്ങനെ ആ തീ പ്രകാശിപ്പിച്ചപ്പോൾ മാ ഹൗലഹു അനാർത്ത് മാ ഹൗലഹു, അതിന് ചുറ്റുമുള്ളതിനേക്ക് അത് പ്രകാശിപ്പിച്ചപ്പോൾ, അങ്ങനെ അബ്സറു അവരെല്ലാവരും കാണുകയും ചെയ്തപ്പോൾ, വസ്തദ് ഫു അവർ ചൂട് കൊള്ളുകയും ചെയ്തപ്പോൾ, മാ യഖാഫുഹു ഭയമുള്ള എല്ലാ സംഗതികളെ തൊട്ടും അവർ നിർഭയമാവുകയും ചെയ്തപ്പോൾ, ദഹബല്ലാഹു ബിനൂരിഹിം ആ സംഘത്തിൻ്റെ നൂറിനെ കൊണ്ട് അള്ളാഹു കൊണ്ടുപോയി. ഇവിടെ ഒരാൾ തീ കത്തിച്ചു. തീ കത്തിച്ചപ്പം അവനും അവൻ്റെ സഹപ്രവർത്തകരും കൂടിങ്ങാണ്ട് എന്ത് ചെയ്ത് അറിയോ? പിന്നെ ചൂടൊക്കെ കൊണ്ട് ചുറ്റുഭാഗങ്ങളൊക്കെ കണ്ട് ഇരുട്ടത്ത് കുടുങ്ങിയ ആളുകൾക്ക് നിർഭയമായി റാഹത്ത് നിൽക്കണേ പെട്ടെന്ന് ബിനൂരിഹിം എന്നാ പറഞ്ഞാണ്. അത് ബിനൂരിഹി എന്നല്ല, ഇസ്തൗക്ക തന്നെ അവിടെ ഇസ്തൗക്കദൂ എന്നല്ല പറഞ്ഞു, ഇസ്തൗക്കദ എന്നല്ല പറഞ്ഞു, വഹദാനാക്കിയാ പറഞ്ഞത്. ഇങ്ങനെ പിന്നെ ബഹബ നൂരിഹി എന്നല്ല പറഞ്ഞു, ഒരു ഹിം എന്നല്ല പറഞ്ഞത്. കണ്ടില്ലേ? അത് രണ്ട് അതാ നമ്മൾ ഫസീർ പറയട്ടെ. അത്ഫാഹു നൂറിന് അള്ളാഹു കെടുത്തി. ഇവ ജുമിഅ ലമീറു, ഇവിടെ ഹിം എന്ന് ലമീറ ജമ്മാക്കപ്പെട്ടത് മുറാത്തല്ലി മാന അല്ലതി, അല്ലതിൻ്റെ മാനുള്ള നോക്കിയിട്ടാണ്. അല്ലതിൻ്റെ മാന നോക്കിയാണ് നൂരി ഹിം എന്ന് പറയാൻ കാരണം. അങ്ങേപ്പുറത്ത് എസ്തോക്ക ദൂന്ന് വഹദാനാക്കാനുള്ള കാരണം സംഗതി ലുഫ്തുള്ള നോക്കിയിട്ട് അവിടെ വഹദാനുമാക്കി, മാനമുള്ള നോക്കിയാണ് ഇവിടെ ലമ്മുമാക്കി എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരാളാണ് കത്തിച്ചത്. അതേ സ്ഥലത്തിൽ 100 പോയപ്പോൾ എല്ലാവർക്കും കൂടി അടങ്ങേറുണ്ടായത്. പെട്ടെന്ന് ഇരുട്ടത്ത് കുടുങ്ങുമ്പോൾ എല്ലാവരും കൂടി ഇടങ്ങേറായത്. സുഖിച്ചീന് എല്ലാവരും കൂടി ഇനി തീ കത്തിച്ചീന് ഒരാൾ ഇനി അങ്ങനെയാകാം. ഇപ്പോൾ തറക്കഹും അള്ളാഹ് ഒഴിച്ചിട്ടു ഫി ദുലുമാത്തിൻ, പലവിധ ഇരുളുകളിൽ. ഇതൊക്കെ മുമ്പ് പറയുന്നത് എന്തിനാ ദുലുമാത്ത് ജമ്മാക്കിയത് എന്നൊക്കെ. ലാ യുബ്സിറൂന, അവർ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? മാ ഹൗലഹും, അവർക്ക് ചുറ്റുമുള്ളതിനെ അവർ കാണുന്നില്ല. മുതഹയ്യിരീനാരി ത്വരീഖി ഖായിഫീൻ, വഴിയെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് വരാൻ നിലയിലും, ഖായിഫീന പല മന്യമൃഗങ്ങളെ തൊട്ടും മറ്റൊക്കെ പേടിച്ച് വരാൻ നിലയിലും. ഫഖദാലിക ഹൗലായി, ഇപ്രകാരം തന്നെയാണ് മുനാഫിക്കീങ്ങൾ. അമിനു അവർ അമിനു അവർ നിർഭയരായി, വിദ്ഹാരി കലിമത്തിൽ ഈമാൻ, ഈമാൻ്റെ കലിമത്തിനെ വെളിവാക്കിയാണ്ട് അവർ നിർഭയരായി. തൽക്കാലം വാളുമെന്ന് കഴിച്ചിലായി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിനോട് ഫൈദാ മാത്തു, റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ ജാഅഹുമുൽ ഖൗഫു വൽ അദാബ്, അള്ളാഹിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഖൗഫും അദാബുകൾക്ക് വരും. ഇതാണ് ഇപ്പോൾ ഒരു തഫ്സീർ കേട്ടോ. അപ്പോൾ ഒരു മസല നമ്മളെ ഫസീർ ചുരുക്കിയാണ് പറഞ്ഞു. സ്വാഭിയാണ് നോക്കിയാൽ കുറേയൊക്കെ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. പറയാൻ ഒരുപാട് പറയാണ്ട് ശരിയല്ലേ? വൈളവികല്ലോ പറയേണ്ടത്. ഹും സുമ്മുൻ, എന്തിനാ ഹും നെയ്തി അറിയോ? കളയപ്പെട്ട മുത്താൻ്റെ ഖബറാണ് സുമ്മുൻ. സുമ്മുൻ അവർ അസമ്മുകളാണ്. സുമ്മിൻ്റെ എമ്മാണ്, അസമ്മിൻ്റെ എമ്മാണ്. ചൂടൊട്ടന്മാരാണ് അവർ. ഹക്കനെ തൊട്ട് ഫലാ യസ്മഊനഹു സമാഅ കബൂരിൻ, സ്വീകാര്യത കേൾക്കാൻ അവർ കേൾക്കൂല. ബുക്മുൻ എന്ന് പറഞ്ഞാൽ ഖുർസുൻ, അഹ്റസിൻ്റെ എമ്മാണ് ഇത് ഖുർസ്. അവർ ബധിരന്മാരാണ്. അതിന് ഹൈറിനെ തൊട്ട് ബധിരന്മാരാണ്. യലാ യഖൂലൂനഹു, ഹൈറോല് പറയില്ല. ഉമ്യൻ അഴ്മകളാണ്. അനിൽ തരീഖിൽ ഹുദ, നേർപ്പാന്താവിനെ തൊട്ട്. ഫലാ യറൗനഹു, തരീഖുൽ ഹുദനെ ഒരു കാണൂല. ഫഹും ലാ യർജിഊന അനിൽ ളലാല, അവർ ളലാലത്തെ തൊട്ട് മടങ്ങൂല. ഇതൊക്കെ ഉപരി ചുരുക്കിട്ടോ. ഇനി മറ്റൊരു മസല്. അപ്പോൾ ഹും സുമ്മ് എന്നതിനെ ഹുമ്മിനെ മുമ്പത്തെ തംസീലിൻ്റെ ബാക്കിയാക്ക, അതല്ല നേർക്ക് നേരെ ഇതാക്കാം. മുനാഫിക്കിന് മടക്കിങ്ങാണ്ട് തസ്ബീഹ്, പുതിയ തസ്ബീഹു ആക്കാം. ഔ മസലുഹും, അല്ലെങ്കിൽ മുനാഫിക്കീങ്ങളുടെ മസലാവുന്നത് സൊയ്യിബിൻ, സൊയ്യിബു അല്ലെങ്കിൽ സൊയ്യിബിന് അർത്ഥം മഴ എന്നാ. മഴ പോലെയാണ് എന്നല്ല, മഴയിൽ കുടുങ്ങിയവരെ പോലെയാണ്. അസുഹാബി മത്തരിൻ, മഴൻ്റെ ആളുകളെ പോലെയാണ്. അസുലുഹു സ്വയൂബുൻ, സൊയ്യിബിൻ്റെ അസുൽ സ്വയൂബ് എന്നാണ് ശരിക്ക്. ഫഊല് വസ്നാണ് ശരിക്ക്. സയ്യിബ് എന്നുള്ളത് നമ്മൾ കാഴ്ചക്ക് കണ്ട വിചാരിച്ചും ഫഈലാണെന്ന് തോന്നും. അങ്ങനെയല്ല ശരിക്കും. അതിന് അസുൽ എന്താണ്? ഫഊൽ വസ്നായതുകൊണ്ട് സയൂബ് എന്നാണ് ശരിക്കും ഉണ്ടായിരുന്നത്. മീൻ സാബയസൂബു എന്നുള്ളതാണ്.
സ്വാബ എന്ന് പറഞ്ഞാൽ നസല എന്നർത്ഥം. അത് പ്രകാരം യസൂബു പറഞ്ഞാൽ യൻസിലു എന്നാ മാന. അപ്പം എന്താ വികാരം സ്വയൂബ് എങ്ങനെ സ്വയ്യീബായി എന്നുള്ള നമ്മുടെ രൂപത്തിൽ വാവു ചൗരിച്ചു വിടുകയും ആദ്യത്തെ സാക്കിനാവുകയും ചെയ്തപ്പോൾ അതിനെ എന്ത് ചെയ്ത് വാവിനെ അറച്ചാണ്ട് യാ ആക്കി. ഇങ്ങപ്പം എന്തായി? പിന്നെ ഇവിടെ സയ്യൂബ് ഇത് ഞാൻ ചെയ്യില്ല. അസാധ്യമായപ്പോൾ എന്ത് കാക്കി അറിയോ? ആ ആദ്യത്തെ യാഗിൻ്റെ ഇറക്കത്തിനെ ലംബത്തിനെ കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? പിന്നെ രണ്ടാമത്തെ യായിനിക്ക് മുനാസബത്തിന് വേണ്ടി കെസ്റ് കൊടുത്തു. ഇങ്ങോട്ട് സാക്കിനായി ഞാൻ ഉത്തരയാലി ഇതാൻ ചെയ്തു. അപ്പം എന്തായി? സയ്യിബ് എന്നൊക്കെ ആയി. പല ന്യായങ്ങളിൽ ഇത് ഞാൻ ഇപ്പം പറഞ്ഞ് ഏതായാലും സയ്യിബായി മാറി ഇൻഷാ അല്ലാഹ്. മിനസ്സമായി ഐ സഹാബി. ഈ സമാ എന്ന് പറഞ്ഞാൽ നേരെ വാക്കർത്ഥം മുകൾ ഭാഗം നടത്തുള്ളൂ കേട്ടോ. സമാ എന്ന് പറഞ്ഞാൽ സമാധാനം ഉയർന്നു എന്നല്ലേ, മോളിൽ നിന്ന് നടത്തുള്ളൂ. ഈ മോളിൽ നിന്ന് പറഞ്ഞത് ഇപ്പം ആകാശത്തിൽ നിന്നാണോ അതല്ല കാർമേഘത്തിൽ നിന്നാണോ അതല്ല രണ്ടും കൂടിയാണോ? ഒക്കെ ഒരുപാട് വിഷയമാണ്. അപ്പോൾ അത് തീരാത്ത വിഷയമായതുകൊണ്ട് നമ്മൾ മുസന്നിഫ് ഒറ്റടിക്ക് പറഞ്ഞ് മതിയാക്കിയ സഹാബി കാർമേഘത്തിൽ നിന്ന്. ഫീഹി ഐ സഹാബിയ കാർമേഘത്തിലുണ്ട് ദുലുമാത്തുൻ മുതകാതിഫത്തുൻ അട്ടിയായി നിൽക്കുന്ന ഇരുളുകളുണ്ട്. അത് മാത്രമല്ല റായതുമുണ്ട്. റായത് എന്ന് പറഞ്ഞാൽ ഒരു മലക്കുൽ മുഅക്കലു ബിഹീൻ, കാർമേഘം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന് റായത് എന്ന് പേരുണ്ട് എന്നാണ്. ആ തഫ്സീർ പ്രകാരം മുപ്പർ അങ്ങനെ തഫ്സീർ ചെയ്തത്. റായത് പറഞ്ഞാൽ ഇടീന്ന് അധിക പേര് വെച്ചത്. വക്കീല സൗത്തുഹു ഒരഭിപ്രായം ഉണ്ട് അതിൻ്റെ സൗത്താണ്, ശരി ഇടിമുഴക്കാണ്. ഒരു തഫ്സീർ ഇടിമുഴക്കല്ല, റായത് എന്ന മലക്കിൻ്റെ പേരാണ്. ഇരിക്കട്ടെ. ഇപ്പോൾ ബർക്കുണ്ട് പറഞ്ഞാൽ അതിൽ ലമആൻ സൗത്തിഹി ചാട്ടവാറിൻ്റെതായ അല്ലതി യസ്ജുറുഹു ബിഹി മഴയെ ഏതൊരു ചാട്ടവാറ് കൊണ്ട് തൊളിക്കുന്നുവോ അങ്ങനത്തെ ചാട്ടവാറിൻ്റെ തിളക്കം ആണ് ബർക്ക് പറഞ്ഞാൽ. അല്ലെങ്കിൽ മിന്ന് ഒക്കെ തഫ്സീറുണ്ട് കേട്ടോ. യജ്അലൂന ഐ അസ്ഹാബു സയ്യിബി ആ മഴയിൽ കുടുങ്ങിയ ആളുകൾ ആക്കും അസാബിയഹും എന്ന് പറഞ്ഞാൽ വിരലുകളെ ആക്കും. വിരലുകളെ ആക്കൂല, പിന്നെന്താ ആക്കുക? അനാമിരഹ വിരലിൻ്റെ തലകളെ ആക്കും. ഇവിടെ എന്തുണ്ട് അറിയോ? മജാസ് മുർസല. വിരലിൻ്റെ ഉള്ളിൽ കൊള്ളൂല, ചെവിൻ്റെ ഉള്ളിൽ കൊള്ളൂല, വിരൽ തലയിടാൻ വയ്ക്കുള്ളൂ. അതാണ് അനാമില തഫ്സീർ ചെയ്തത്. പിന്നെ കുല്ല് പറഞ്ഞത് വേറെ മുറാദാണ്. ഫി ആദാനിഹിം അവരുടെ ഉദിനുകളിൽ ഇട്ടു. എന്തിന്? മിൻ അജ്ലി സ്വവായിക്കീൻ. മിന്ന് തലീലിൻ്റെ മിന്നാണ്. ഐ ഷിദ്ദത്ത് സൗത്തി റായദീൻ റായദിൻ്റെ സൗത്തിൻ്റെ ശക്തി കാരണമായിട്ട് വിരൽ തുമ്പ് ചുവട്ടിലിടും. ദി അല്ലാ യസ്മഊഹ ആ സവായിക്ക് കേൾക്കാതെക്കാൻ വേണ്ടി. എന്തിനാ കേൾക്കാതെക്കണത്? ഹദറ എന്ന് പറഞ്ഞാൽ ഹൗഫൽ മൗത്തി മിൻ സമായിഹ അത് കേട്ടത് കാരണമായിട്ട് മരിക്കുമെന്ന് പേടിച്ചിട്ട്. കദാലിക ഹാവുല ഇപ്രകാരം തന്നെയാണ് മുനാഫിക്കീങ്ങളും. ഇതാ നസല ഖുർആൻ ഇറങ്ങുമ്പോൾ അത് കേൾക്കാത്തവർത്തേക്ക് മണ്ടും. ചില ആൾക്കാർ ചവിട്ടിൽ വിരലെക്കും. ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ? ഒച്ചുംപിളിയൊക്കെ ഉണ്ടാക്കും. എന്തിന്? ഓനും കേൾക്കരുത്, ബാക്കിയുള്ളവരും കേൾക്കരുത്. ഫീഹി ഇതിലുണ്ട് ദിക്റുൽ കുഫിരി കുഫറിനെ പറയലുണ്ട്. എങ്ങനത്തെ ഖുർആനാണ്? ഫീഹി ഫീഹി ഏത് സീല വാവ് ഹാരിയാക്കിയാൽ മതി കേട്ടോ. ഏത് സ്ഥിതിയിൽ അതിലുണ്ട് ദിക്റുൽ കുഫ്രി കുഫറിനെ പറയലുണ്ട്. അൽ മുഷബ്ബഹി ബിൽ ലുലുമാത്തി പലവിധ വീരുകൾ തുല്യമാക്കപ്പെട്ട കുഫറിനെ പറയല ഖുർആനിലുണ്ട്. വൽ വഈദിനെ പറയലുണ്ട് അലൈഹി കുഫറിൻ്റെ പേരിൽ. കാഫിറായ താക്കീത് പറയുന്നുണ്ട്. എങ്ങനത്തെ താക്കീത്? മുഷബ്ബഹി ബിർ റായദി അത് ഇടിയോട് സമാനമാണ്. വൽ ഹുജജിൽ ബയ്യിനത്തി മാത്രവുമല്ല നല്ല നല്ല വ്യക്തമാതായിരിക്കുന്ന ലക്ഷ്യങ്ങളും ഖുർആനിൽ പറയുന്നുണ്ട്. എങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ? ഹുജ്ജത്തുകളാണ്. മുഷബ്ബഹി ബിൽ വർഖി മിന്നലിനോട് സാദൃശ്യമായതായ. യസുദ്ദൂന ഇതൊക്കെ അടക്കും. ആദാനഹും അവരുടേതായിരിക്കുന്ന ചെവികളെ കണ്ട് അടക്കും. യസുദ്ദൂന ഇങ്ങോട്ട് ഈ മുനാഫിക്കങ്ങൾ അടക്കും. ആദാനവും അവരുടെ ചെവികളെ അടച്ചു പിടിക്കും. എല്ലാ യസ്മഊഹു ഓൽക്ക് ഇത് കേൾക്കാതെക്കാൻ വേണ്ടി. കേൾക്കേണ്ട മുഹമ്മദേ, ഞങ്ങൾക്ക് ഞങ്ങളതിൻ്റെ ഈ ജാതി കുഫറും ദുലുമാത്തൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. പിന്നെ കേട്ടാ എന്താ കുഴപ്പം? ഫെമീരുവിലെ ഈമാനിലേക്ക് ചായും. അപ്പോൾ കേൾക്കാതെക്കാൻ വേണ്ടിക്കാണ്ട്. പിന്നെ തെർക്കി ദീനിയും അവരുടെ പഴയ ദീൻ ഒഴിവാക്കലിലേക്കും അവർ ചായും. അത് ഇല്ലാക്കാൻ വേണ്ടിക്കാണ്ട്.
വഹുവ ആ പഴയ ദീൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദഹും മൗത്തുൻ, അത് ഇതിനോട് സമാനമാണ്, മൗത്തിനോട് സമാനമാണ്. അത് ഹദറൽ മൗത്ത്, മരണത്തെ പേടിച്ച കാരണമായിട്ട്. കാരണം എന്താ അർത്ഥം? ഓല് ഈ പഴയ മതം പോകുമെന്ന് പേടിച്ചിട്ട് ഖുർആൻ കേൾക്കാത്തക്കാൻ വേണ്ടിങ്ങാണ്ട് കലവിലെ ശബ്ദം ഉണ്ടാക്കി കാണും, ചുവട്ടിൽ വിരലിട്ട് കാണും, അങ്ങനെ ഇങ്ങോട്ടായിട്ട് ഒരു കേൾക്കാതെ കാളെ ട്രിക്ക് നോക്കും. കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ഇത് പോകും, നമ്മളെ പാർട്ടിയിൽ നിന്ന് നമ്മൾ തന്നെ പോകുന്നു, ഓലെ പറ്റി തന്നെ പേടിയാണ്. അള്ളാഹു മുഹീത്തും ബിൽ കാഫിരീന ഇൽമം വ ഖുദ്റത്തൻ, ഇൽമിനാൽ ഖുദ്റത്തിനാലും അള്ളാഹു കാഫിരീങ്ങളെ ഇഹാത്തത് ചെയ്തിട്ടുണ്ട്. ഇതിനാൽ സിർ എഴുതിയാലോ മുഹാലാണ് ഏത്? അള്ളാഹു ഇഹാത്തത്ത് ചെയ്യാറുണ്ടാവില്ലല്ലോ, അള്ളാഹു ഇഹാത്തത്ത് ചെയ്യൂല. അള്ളാഹു ഇഹാത്തത്ത് ചെയ്യൂല, പിന്നെ എന്താ ഇഹാത്തത്ത് ചെയ്യുക? അള്ളാഹിൻ്റെ ഇൽമ ഇഹാത്തത്ത് ചെയ്തിട്ടുള്ളൂ. അള്ളാഹിൻ്റെ ഇൽമ ഇഹാത്തത്ത് ചെയ്തതാണ്. അത് തമ്മീസാണ്. എന്ത് തമ്മീസാണ് എഴുതി കൊടുത്തത് അറിയോ? ഫായിൽ തെറ്റിപ്പിക്കോട്ടെ തമ്മീസാണത്. അപ്പോൾ എന്താ ഈ അള്ളാഹു ആവുന്നത് പറഞ്ഞാൽ ഇൽമുല്ലാഹി മുഹീത്തുൻ അവിടെ ഉണ്ടാവുക. അള്ളാഹിൻ്റെ ഇൽമു മുഹീത്താണ്, അതാ ഇൽമിനാൽ മുഹീത്താണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെയ്ദ് വെളുത്തു മുഖത്തിനാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെയ്ദിന് മുഖം വെളുത്തു എന്നല്ലേ? സെയ്ദ് വെളുത്തു മുഖത്തിനാൽ എന്താ അർത്ഥം? സെയ്ദിന് മുഖം വെളുത്തു എന്നല്ലേ? മുഖം വെളുത്തത് ആരാണ്? മുഖമല്ലേ, ഫായിലല്ലേ? എന്ന മാതിരി ഇൽമാണ് ഇഹാത്തത്ത് ചെയ്ത്, അള്ളാഹു അല്ല. അള്ളാഹ് ഇഹാത്തത്ത് ചെയ്യാന്ന് പറഞ്ഞത് മുഹാലല്ലേ? അതിനാണ് എന്ത് ചെയ്തേ? ഇൽമം ബഹുദറത്തെന്നൊക്കെ എഴുതിയേ. ഫലാ യഫൂത്തൂനഹു, കാഫിരീങ്ങൾ അള്ളാഹ്ക്ക് കയ്യിൽ നിന്ന് കൊടുത്തത് കുടുങ്ങാതെ ചാടിപ്പോവില്ല, വൗത്താവൂല. യക്കാതു പറഞ്ഞാൽ യക്ക്, പിന്നെ യഖ്റുബുൽ ബർഖു, മിന്നൽ അടുക്കും, യഖ്തഫു അബ്സാറഹും, അവരുടെ ബസറുകളെ തട്ടിയെടുക്കാൻ അടുക്കും. യഹ്ദുബി സുർആൻ, പെട്ടെന്ന് കണ്ണിപ്പോൾ കൊണ്ടുപോകുന്നു തോന്നുന്നു അവർക്ക്. കുല്ലമാ അലഹും, ആ ബർക്ക് അവർക്ക് പ്രകാശിപ്പിക്കുമ്പോഴൊക്കെയും മഷോഫിഹി, അതിൽ അവർ നടക്കും. ഐഫി ലോഹി, ആ പ്രകാശത്തിൽ അവർ നടക്കും. വൈദാദലമാലഹി, ഓലമേൽ ഇരുളായി കഴിഞ്ഞാൽ കാമു, അവർ നിൽക്കും. വഖഫു, നിൽക്കും. തംസീലും, ഇത് തംസീലാണ്. ലിസ് ആജി മാഫിൽ ഖുർആാനി, ഖുർആാനുള്ള ഒന്ന് ഇളക്കി പുറപ്പെടുവിക്കലിനിക്ക്, ആ ഒന്നതിനാൽ മിനൽ ഹുജ്ജി, പല ഹുജ്ജത്തുകളാലും. എന്തിനിളക്കി പുറപ്പെടുവിക്കുക? കുലൂബുഹാണ്, കൽബിൽ ഇറക്കി പുറപ്പെടുവിക്കലിനിക്കുള്ള തംസീൽ പറഞ്ഞൊക്കെയാണ്. ഇവിടെ തശ്ബീഹല്ല, തംസീലാണ്. തംസീലുണ്ട് പഠിച്ചില്ലേ? അലാഖ ഉഷാബത്തായ മജാസ് ഉറക്കബനാണെന്ന് അറിയാം, തംസീല് അറിയാം. പിന്നെ വ തസ്ദീഖിഹിം, അവർ വാസ്തവമാക്കലിനിക്കുമുള്ള തംസീലാണ്. എന്തിന്? ബിമാ സമിഉ ഫീഹി, അതിൽ അവർ കേൾക്കുന്ന ഒന്നിനെ കൊണ്ട്, ഖുർആനിലെ മിമ്മ, എന്തിനാൽ മിമ്മ യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഖുർആനിൽ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവും. പനീമത്ത് സ്വത്ത് എന്ത് ചെയ്യും? യുദ്ധത്തിൽ പോകുന്നവർക്കൊക്കെ ഓരിച്ചു കൊടുക്കണം എന്നറിയും, അപ്പോൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ കൂഫിയും പറഞ്ഞ നിൽക്കലിനാലും അമ്മായക്കറഹൂൻ, അനിഷ്ടമായിരുന്ന തൊട്ട്. ഒരു ഇഷ്ടപ്പെടാത്ത വെക്കുമ്പോൾ ഓല ഒന്ന് ഇങ്ങനെ പിന്നോട്ട് വെക്കും, ഇഷ്ടപ്പെട്ട കേട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് കൃതി ആളും ചെയ്യും. അതന്നെ ലേറ്റഡ് വരുമ്പോൾ മുമ്പക്ക് പോവും, ലേറ്റ് കെട്ടാവണം എന്ന് പറഞ്ഞ്. പിന്നെ വലൗഷാ അള്ളാഹു ലദഹബ സംഇഹിം, പെട്ടെന്ന് അള്ളാഹുക്ക് കടന്ന്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലദഹബ സംഇഹിം, അവിടെ സംഇടെ കൊണ്ടുവന്നാൽ ബി അസ്മായിഹിം, സംഇന് അസ്മായി എന്ന് ഇവിടെ മാനിച്ചിന്. പക്ഷേ അബ്സാറിന് ആദ്യം അള്ള ജമ്മാക്കി ചെയ്തിന്. ഈ ബസർ പറഞ്ഞത് ഒരു ഭാഗത്തേക്കേ കാണുള്ളൂ. സംഇ എന്ന് പറഞ്ഞത് മുമ്പും ബാക്കും ചുറ്റിനും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടി, കേക്ക് എന്ന സാധനേ ഇത് ഏത് ഭാഗത്തും കേൾക്കുമല്ലോ, മുമ്പുക്കും ബാക്കൊക്കെ കേൾക്കൂലേ? കാഴ്ച ഒരു ഭാഗത്തേക്കല്ലേ കാണുള്ളൂ. അപ്പം അബ്സാറിന് അവിടെ ജമ്മാക്കി, സംഇൻ്റെ അവിടെ മൈദാനാക്കി. കണ്ടോ? ആ അള്ളാഹിറത്തി, ലാഹിറത്തായിരിക്കുന്ന ബസറിനെയും സംപന്നുള്ള കൊണ്ടുപോകും. കമാ ദഹബ, അള്ള കൊണ്ടുപോയ മാതിരി വാതിനെത്തി. ആന്തരികമായ ദൃഷ്ടിയും അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയൊക്കെ അള്ള കൊണ്ടുപോയ മാതിരി ഇനി ഏതും കൊണ്ടുപോകും, പുറത്തുള്ളൂ കൊണ്ടുപോകും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ ഷൈഇൻ ഷാഹു, അള്ള ഉദ്ദേശിച്ചതിന് മേൽ അള്ളാഹു കഴിവുള്ളവനാണ്. എൻ്റെ തഫ്സീർ അറിയോ? അള്ള ഉദ്ദേശിച്ചതിനെ എന്തുണ്ടാവുള്ളൂ? കയ്യുള്ളൂ. എല്ലാവർക്കും മുഹാലിനെ അള്ള വയ്ക്കൂലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏതേ കഴിയുള്ളൂ? അള്ളാഹുവിന് മശിയത്തുള്ളതേ വയ്ക്കുള്ളൂ. മുഹാലിനോട് അള്ളാഹ് ഏത് ബന്ധിക്കൂല, അള്ളാഹിൻ്റെ മശിയത്ത് ബന്ധിക്കൂല. അപ്പോൾ അള്ളാഹിനെ കുതിർത്തു അപ്പോൾ ഇതിനോടെ ബന്ധിക്കുള്ളൂ, അള്ളാഹ്ക്ക് മശിയത്തിനോടെ ബന്ധിക്കുള്ളൂ. മശിയത്ത് ഏത് ഉണ്ടാവുള്ളൂ? മുംകിനാത്തിനോടെ ഉണ്ടാവുള്ളൂ. മുഹാലിനോട് അള്ളാഹുവിൻ്റെ ഏത് ബന്ധിക്കൂല. അള്ളാഹ്ക്ക് മയ്യത്താകാൻ അള്ളാഹ്ക്ക് വയ്ക്കൂലല്ലോ. അള്ളാഹ് ഹയ്യാൽ അള്ളാഹ്ക്ക് വാജിബല്ലേ?
അത് മയ്യത്താക്കൽ മുഹാലും അല്ലേ. വമിന്നു അള്ളാഹ് ഉദ്ദേശിക്കുന്നതിൽപ്പെട്ട തന്നെയാണ് ഇദ്ഹാബ് മാതുക്കറ മേൽ പറയപ്പെട്ടതിനൊക്കെ പോക്കിക്കളയാന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുഹും സിഫത്തുഹും ഫീ നിഫാഖിഹിം. കാപട്യത്തിൻ്റെ വിഷയത്തിൽ ആ മുനാഫിക്കുകളുടെ സിഫത്ത് കമസലില്ലദീ ഒരു വിഭാഗത്തെ പോലെയാണ്. ഇസ്തൗക്കത നാറൻ ഔക്കത നാറൻ ഫീ ദുൽമത്തിൻ, ഇരുളുള്ള സമയത്ത് അവർ തീ കത്തിച്ചു. എന്നിട്ട് ഫലമ്മ അള്ളാഅത്ത് മാ ഹൗലഹു, തീ അനാർത്ത് മാ ഹൗലഹു, അതിന് ചുറ്റുള്ളതിനെ പ്രകാശിപ്പിച്ചപ്പോൾ ഫ അബ്സറ വസ്തദ്ഫ, കാണുകയും തീ കൊള്ളുകയും ചെയ്തപ്പോൾ, തണുപ്പ് മാറാൻ വേണ്ടിയാണ് തീ ചൂടുള്ളൂല്ലേ, അങ്ങനെ തീക്കായൊക്കെ ചെയ്തപ്പോൾ അമിനമായ ഹാഫുഹു, പേടിക്കുന്നതിൽ നിന്ന്, മായഹാഫു എന്നുണ്ട്. നിങ്ങളെ അമ്മായാഫു ഉണ്ടോ? അമ്മ ഉണ്ടോ? മിമ്മേ അമിന മിമ്മായ ഹഫു എന്നകളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അർത്ഥം തന്നെ. ഭയപ്പെടുന്ന ഒന്നിനെ തൊട്ട് നിർഭയമാവുക ചെയ്തപ്പോൾ ദഹബല്ലാഹുവിനൂരിഹിം, അവിടെ നൂറിന് അള്ളാഹു കൊണ്ടുപോയി. അത്തുഫാഹു കെടുത്തിക്കളഞ്ഞു എന്നർത്ഥം. വജുമിഅല്ലമീറു, ഇവിടെ നൂരിഹിം എന്നോടത്ത് ലമീറ ജമ്മാക്കപ്പെട്ടു. അപ്പം ഇവിടെ എന്ത് ചെയ്തു? ഹിം എന്ന് പറഞ്ഞു. മുറാത്തല്ലി മാന അല്ലദീൻ, മുകളിലുള്ള അല്ലതിൻ്റെ മാനാനെ സൂക്ഷിച്ചിട്ട് ലഫ്ലുള്ള നോക്കിങ്ങാണ്ടാണ് അങ്ങേപ്പുറത്ത് എന്ത് ചെയ്തത്? ഇസ്തൗക്കദാന്ന് മുഫ്രദാക്കിയത്. പിന്നെ വത്തറക്കഹും, അള്ളാഹു അവരെ ഒഴിച്ചിട്ടു, ഫി ദുലുമാത്തിൻ, പലവിധ ഇരുളുകളിൽ, ലാ യുബ്സിറൂന മാ ഹൗലഹും, അവർക്ക് ചുറ്റുമുള്ളതിനെ അവരിതിനെ കാണുന്നില്ല. മുത്തഹയ്യിരീന അനി ത്വരീഖി, വഴിയെ തൊട്ട് അന്തം വിട്ടവരായി പരിഭ്രമിച്ചവരായിട്ടും, ഖായിഫീന, പലതിനെ തൊട്ടും പേടിച്ചവരായിട്ടും. അത് പടച്ചോനെ പുലി വരുമോ കടുവ വരുമോ എന്നൊക്കെ പേടിക്കണ്ടാവും കാട്ടിലൊക്കെ ആണെങ്കിൽ. അങ്ങനെയുള്ള ഭയവിഹ്വലരായിട്ടും വഴി എവിടെയെന്നറിയാതെ അന്തം വിട്ടുകൊണ്ടും ചുറ്റുമുള്ളതൊന്നും കാണാത്തവരായിട്ട് അള്ളാഹു ഒഴിച്ചിട്ടു. അതുലുമാത്തിൽ ഫക്കതാലിക്ക, ഇപ്രകാരമാണ് ഹാവുലായി, ഈ മുനാഫിക്കീങ്ങളും. അമിനു, അവർ നിർഭയരായി, ബിൽഹാരി കലിമത്തിൽ ഈമാൻ, ഷഹാദ് കലിമ ചെല്ലിങ്ങാണ്ട് വാളും വന്ന് കഴിച്ചിലായി, നിർഭയരായി. വൈദാ മാത്തു, അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചുകാണ്ട് ഓലങ്ങ് മരിക്കുമ്പോൾ, ജാഅഹുമുൽ ഖൗഫ്, അവർക്കതാ പലവിധ ഭയങ്ങൾ വരികയാണ്. വൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷയും കൊണ്ട് വരികയാണ്. ഇതുപോലെയാണ് മുനാഫിക്കീങ്ങളുടെ അവസ്ഥ. പിന്നെ ഹും സുമ്മുൻ, ഹും എന്നത് ഇർക്കും അടക്കാം, മുനാഫിക്കീങ്ങളിലേക്ക് അങ്ങോട്ടും മടക്കാം. അതല്ല നേരത്തെ പറഞ്ഞ തീ കത്തിച്ച വിഭാഗത്തിൻ്റെ ആ മസലിൽ പറഞ്ഞ അല്ലതീയാക്കൊണ്ട് മടക്കാം. അവർ സുമ്മാണ്, ഈ ഹക്കിനെ തൊട്ട് ഫലായസ്മൗനഹു, സമാക്ക പോലും സ്വീകാര്യത കേൾക്കൂല. ചൂട്ടുകൂടെ കേൾക്കും, പക്ഷെ സ്വീകാര്യത കേൾക്കൂല. എന്താണ് ഞാൻ പറഞ്ഞത്? കേൾക്കാത്ത ചോദിച്ചില്ലേ? ചൂട്ടോട് കേൾക്കൂല എന്നല്ല അറിയാത്ത, പിന്നെ എന്താണ് പറഞ്ഞനുസരിക്കാത്തത് ഞാനാക്കാണ് പറഞ്ഞത്. ബുക്കുമുൻ, അവർ അബുക്കമ്മുകളുമാണ്. ഹുർസുൻ, അഹ്റസുകളാണ്. എന്തിനെ തൊട്ട്? ഹൈറിനെ തൊട്ട് അവർ നാവൊട്ടന്മാരാണ്. ഫലായഖൂലൂനഹു, ഹക്കോല് പറയില്ല. ഉംയുൻ അനിൽ തരീഖിൽ ഹുദാ, നേർവഴിയെ തൊട്ട് അവർ അന്ധന്മാരാണ്, ആമകളാണ്. ഫലായറൗനഹു, തരീഖുൽ ഹുദനെ അവർ കാണൂല. ഫഹും ലാ യർജിഊന ഇലൽ ളലാല, ളലാലത്തിനെ തൊട്ട് അവർ മടങ്ങൂല. പിന്നെ ഔ മസലുഹും, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം, ഔ മസലുഹും, അല്ലെങ്കിൽ മുനാഫിഖീങ്ങളുടെ സിഫത്ത് കസയ്യിബിൻ കസ്ഹാബി മത്തരിൻ, ഒരു മഴയിൽ കുടുങ്ങിയവരെ പോലെയാണ്. മഴ പോലെയാണ് നേരെ ഉദ്ദേശിക്കുക അർത്ഥം. ഇവിടെ മഴൻ്റെ ആളുകളെ പോലെയാണ് മുലാഫ് പോയിക്കണ്. പിന്നെ വസ്ലുഹു സൈവിബുൻ, അതിൻ്റെ അസൽ സൈവിബ് എന്നാണ്. സയ്യിബിൻ്റെ അസൽ സൈവിബാണ്. സാബയസൂബു എന്ന് പോകുന്നതാണത്. നസല എന്നാണ് അതിൻ്റെ വായന. നസല യൻസിലു എന്നാണ്. സാബയസൂബു എന്ന് പറഞ്ഞാൽ അയിന്ന് പോകുന്നതാണ് സൈവിബ് എന്ന വാക്ക്. അപ്പം ഇറങ്ങുന്നത് പോലെയാണ്. ഏതാ ഇറങ്ങണത്? മഴ. തഫ്സീർ ഇപ്പം ഒരു വിധത്തിൽ വാവു യാവിന് ചൂടുകയും ആകത്ത് സാക്കനം ചെയ്തപ്പോൾ അതിനെന്ത് വാവിനർച്ചാണ്ട് യാക്കി സാക്കനായി അതിനെ ഉത്തരയ്ക്ക് ചെയ്തപ്പോൾ സയ്യിബ് എന്നായി. മിനസമാ, സമായിൽ നിന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് ഇറങ്ങിയത്? പല അഭിപ്രായമുണ്ട്. ഒരു സിർവകര സഹാബിൽ നിന്ന്. ഫീഹിയ, സഹാബിലുണ്ട്. ദുലുമാത്തുൻ മുത്തകാസിബത്തുൻ, നട്ടിയട്ടിയായ ഇരുളുകളുണ്ട്. റായതുൻ, റായതുമുണ്ട്.
റായത് കാരണം പല തഫ്സീറുണ്ട്. ഒരു തഫ്സീർ പോൽ മലക്കൂ റായതോട് ഉദ്ദേശിക്കുന്നത് ചിലവർ പറഞ്ഞ് ഇടിയാണ് ബാക്കിൽ വരുന്നുണ്ട്. അല്ല മലക്കുൽ മുഅക്കലു ബിഹി, ആ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. പിന്നെ വക്കയിലെ സൗത്ത് ഒരു അഭിപ്രായം അതിൻ്റെ ശബ്ദമാണ്. ബർഖുൻ ലംആൻ സൗത്തിഹി അല്ലദി യസ്ജുറുഹു ബിഹി, കാർമേഘത്തെ ഏതൊരു ചാട്ടവാറ് കൊണ്ട് തെളിക്കുന്നുവോ അങ്ങനത്തെ ചോട്ടവാറിൻ്റെ തിളക്കമാണ്. പിന്നെ യജാലൂന അവർ ആക്കും, അവർ അസ്വാബ് സയ്യിബിയ മഴ കുടുങ്ങിയ ആളുകളിലാക്കും, അസാബിയഹും അനാമിലഹ ആ വിരലുമല്ലതായിരിക്കുന്ന വിരൽ തുമ്പുകളെ അവരാക്കും, ഫി ആദാനിഹിം ചെവികളിലാക്കും. അജാസ് മുർസലാണ്. കുല്ല് പറഞ്ഞാണ്ട് ബാല് മുറാദാണ്. മനസ്സിലായില്ലേ? വിരലല്ല ഇടുന്നത്, വിരലിൻ്റെ തലയാണ് ഇടുന്നത്. മിൻ അജലിൽ ബസവായിഖി ഷിദ്ദത്തി സൗത്തി റായതി, ഇടിയുടെ ശബ്ദത്തിൻ്റെ മുഴക്കം കാരണമായിട്ട് അവർ വിരലിൻ്റെ തല ചവിട്ടിക്കിടും. എല്ലാ യസ്മഉഹ, ആ ഇടിയെ അവർ കേൾക്കാതെക്കാൻ വേണ്ടി. ഹദറൽ മൗത്ത്, എന്തിനാ കേൾക്കാതെക്കണത്? ഖൗഫൽ മൗത്തി മിൻ സമാഇഹാ, അത് കേട്ടിട്ട് മരിക്കുമോയെന്ന് പേടിച്ചതിന് വേണ്ടി. കദാലിക്ക, ഇങ്ങനെയാണ് ഹാവുലായി മുനാഫിക്കീങ്ങളും. ഇതാ നസൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുമ്പോൾ ഏത് സീല് വാവ് ഹാരിയാണ് ഫീഹിയ, ഖുർആനിലുണ്ട് ദിക്റുൽ കുഫ്രിയൽ മുശബ്ബഹി ബിൽ ദുലുമാത്തി, പലവിധ ഇരുളുകളോട് തുല്യമാക്കപ്പെട്ട കുഫറിനെ പറയലുണ്ട്. വൽ വഈദി അലൈഹി, ആ കുഫറിൻ്റെ മേൽ താക്കീതും ആ ഖുർആനിലുണ്ട്. എങ്ങനത്തെ വഈദാണ്? അൽ മുശബ്ബഹി ബിറായിദി, ഇടിയോട് സമാനമായ. വൽ ഹുജജിൽ ബയ്യിനത്തി, വ്യക്തമായ പല പല തെളിവുകളും പറയലുണ്ട്. എങ്ങനത്തെ തെളിവുകളാണ്? മുശബ്ബഹത്തി ബിൽ ബർഖി, മിന്നലിനോട് സമാനമാക്കപ്പെട്ട. ആ സമയത്ത് യസുദ്ദൂന ആദാനഹും, അവിടെ ചെവികളെ അവർ അടച്ചു വെക്കും. എല്ലാ യസ്മഉഹു, ഖുർആൻ കേൾക്കാതെക്കാൻ വേണ്ടി. അങ്ങനെ ഫേമിയിലും അവർ ചായാതെക്കാൻ വേണ്ടിയും ഇതിൽ ഈമാനിലേക്ക്. പിന്നെ വത്തർക്കി മദീനിഹിം, അവിടെ ദീനിൽ ഉപേക്ഷിക്കലിലേക്കും ചെയ്യാതെക്കാൻ വേണ്ടിങ്ങാണ്ടും. ബഹുവാ ഇന്ദഹും മൗത്ത്, സ്വന്തം മതൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവർ മരിക്കും പോലെയാണ്. അല്ലാഹു മുഹീത്തും ബിൽ കാഫിരീന, അള്ളാഹു കാഫിരീങ്ങളെ വലയം ചെയ്തവനാണ്. ഇൽമിനാലും കുദറത്തിനാലും വലയം ചെയ്തവനാണ്. ഇതെന്ത് തമ്മീസാണ്? ഫായിലിനെ തൊട്ട് തെറ്റിക്കപ്പെട്ട തമ്മീസ്. ഏതുപോലെ അറിയോ? സെയ്ദുൻ, സെയ്ദാവുന്നത് ഹസനുൻ വജ്ഹൻ, വജ്ഹിനാൽ ഹസനാണ് പറഞ്ഞാൽ അവിടെ സെയ്ദിൻ്റെ മുഖം ഹസനാണ് എന്നർത്ഥം. ഹസുന വജുഹുഹു എന്നർത്ഥം. എന്ന മാതിരി ഇവിടെ എങ്ങനെ ഉണ്ടാകും? അപ്പം അള്ളാഹു ആവുന്നത് മുഹീത്തും ബിൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ ഇൽമുല്ലാഹി മുഹീത്തും ബിൽ കാഫിരീൻ, ഖുദ്റത്തുല്ലാഹി മുഹീത്തും ബിൽ കാഫിരീൻ ആവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മുഹീത്താണ്. കാരണം അള്ളാഹ് മുഹീത്താകാന്നൊരു മുഹാലല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ ഇൽമു ഖുദ്റത്തും മുഹീത്താണ് എന്നർത്ഥം. അല്ലാതെ അള്ളാഹ് ഇഹാത്ത് ചെയ്യൂലല്ലോ എങ്ങനെ. പിന്നെ ഫലാ യഫൂതൂനഹു, ഒറ്റമുനാ കാഫിറും അള്ളാഹുവിൻ്റെ കയ്യിൻ്റെ പിടുത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. യകാദുൽ ബർഖു യഖറുബുൽ ബർഖു, മിന്നൽ അടുക്കും. യഖ്തഫു അബ്സാറഹും, അവരുടെ ദൃഷ്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ, പറ്റിയെടുക്കാൻ. യഖുദുഹാ ബിസുർഹത്തിൻ, പെട്ടെന്ന് തട്ടിയെടുക്കാൻ അടുത്താകും. കുല്ലമാ ലഹും, അവർക്ക് പ്രകാശിക്കുമ്പോഴൊക്കെയും. പിന്നെ എന്ത്, അവൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെ ഈ ബർക്ക് പ്രകാശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ മഷോഫിഹി ഐഫിഹി, അതിൻ്റെ ആ പ്രശോഭയിൽ അവർ നടക്കും. വൈദാലഹിം, അവരുടെ മേലെ ഇരുളായി കഴിഞ്ഞാൽ കാമു വഖഫു, അവരുടെ നിൽക്കും. തംസീലിൻ്റെ ഇതൊരു ഉദാഹരണം പറയലാണ്. ലിസ്ആജ് തംസീലാണ്. അലാക്കത്ത് മുഷാബത്തായ മജാസ് മുറക്കബിനാണെന്താ പറയുക? തംസീൽ അറിയാം. അത് മുഫ്രദല്ല. അത് മുഫ്രദാക്കിയും വെക്കാൻ പറ്റുമെന്ന് മുഫ്സിർ പറയുന്നുണ്ട്. ഇത് മജാസ് മുറക്കബാന്നാണ് നമ്മൾ മുസന്നിഫ് പറയുന്നത്. ഇത് തംസീലാണ്. എന്തിനേക്ക്? ലിസ്ആജി മാഫിൽ ഖുർആൻ, ഖുർആനിലുള്ളതായത് ഒന്ന് ഇളക്കി പുറപ്പെടുവിക്കലിനേക്ക്. ആ ഒന്നതിനാൽ മിനൽ ഹുജജി, പല ഹുജ്ജത്തുകളാലും. എന്തിനിളക്കി പുറപ്പെടുവിക്കുക? ഖുലൂബുഹും, കൽബുകളെ. വതസ്ദീഖിഹിം ബിമാ സമിഉ ഫീഹി, ആ ഖുർആനിൽ അവർ കേട്ട ഒന്നുകൊണ്ട് അവർ തസ്ദീഖ് ചെയ്യലിലേക്കും. മിമ്മാ യുഹിബ്ബൂൻ, അവർ ഇഷ്ടപ്പെട്ട ഒന്നാൽ. ചിലത് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. എന്താ? യുദ്ധം കഴിഞ്ഞാൽ വനീമത്ത് സ്വത്ത് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമാണത്. അതേ സ്ഥലത്ത് വഖൂഫീമാർ നിൽക്കലിനിക്കും. മയക്കറഹൂൻ, അനിഷ്ടമായതിനെ തൊട്ട് വിൽക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ഓർക്ക് വാസ്തവമാക്കുകയും ചെയ്യും. അതാണ് പ്രകാശം ഉണ്ടാവുമ്പോൾ നടക്കും, പ്രകാശം നിന്നാൽ നിൽക്കും എന്ന് പറഞ്ഞത്.
വലൗഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലഹബി സംഇഹിം ബിയാന അസ്മാഇഹിം സംഅകളെ കൊണ്ടുപോകും. അവിടെ മുഫ്രദാക്കിയത് നാനാ ഭാഗത്ത് നിന്ന് കേൾക്കണമായതുകൊണ്ടാണ് സംഇന് മുഫ്രദാക്കിയത്. എന്നാൽ അബ്സാർ പറഞ്ഞാൽ കണ്ണ് ഏത് ഭാഗത്തേക്ക് തിരിച്ച് ആ ഭാഗത്തേക്കല്ലേ കാണുന്നതുകൊണ്ട് അവർ ജമ്മാക്കി. ഓരോരുത്തർക്കും ഓരോ ബസറാണ് മാതിരി അവിടെ സംഭവങ്ങളെ അവർ കൊണ്ടുപോകും. അള്ളാഹു കൊണ്ടുപോകും. അബ്സാരിഹിം ദൃഷ്ടികളെയും കൊണ്ടുപോകും. അള്ളാഹിറത്തി ലാഹിറത്ത ബസറിന് കൊണ്ടുപോകും. ഏതുപോലെയൊക്കെ മദ്ഹബിൽ വാത്തിനെത്തി ഖൽബിൻ്റെ കണ്ണ് കൊണ്ടുപോയ മാതിരി തലമത്തെ കണ്ണ് കൊണ്ടുപോകും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിശ്ചയം അള്ളാഹു ആവുന്നത് കാനവനായിട്ടുണ്ട്. അലാ കാനെന്നുണ്ടെങ്കിൽ കാനല്ലല്ലോ, ഇന്നല്ലാഹ കാനെന്നുണ്ടെങ്കിൽ കാന അവിടെ വേണ്ടല്ലോ ശരിക്ക്. നിങ്ങൾ കാനുണ്ടോ? ഇന്നല്ലാഹ കാനാന്ന് ഇല്ല, വേണ്ട. കിതാബ് തെറ്റാണത്. അലാ കുല്ലി ഷൈഇൻ ഷാഅഹു അത് ഉദ്ദേശിച്ച എല്ലാ ഷൈഇൻ്റെ മേലിലും. പിന്നെ ഷാ എന്ന് എഴുതിയാൽ അറിയോ? ഉദ്ദേശിച്ചതിന് അള്ളാഹ്ക്ക് കഴിയുള്ളൂ. മുഹാലിനോട് അള്ളാഹിനെ മഷീയത്ത് എന്തിക്കൂലല്ലോ, അവിടെ മുഹാലിൽ വയ്ക്കൂല. മുംകിനാത്തിനെ എന്ത് ചെയ്യുള്ളൂ? വയ്ക്കുള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ച ഷൈഇന് ഖദീർ, അള്ളാഹ് കഴിവുള്ളവനാണ്. വമിൻഹു അള്ളാഹ് ഉദ്ദേശിക്കുന്ന അള്ളാഹ്ക്ക് കുദറത്തുള്ളപ്പെട്ടതാണ് ഇദ്ഹാബ് മാ ദുക്കിറ മേൽപ്പറയപ്പെട്ടതിനെ കൊണ്ടുപോകൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഐ അഹ്ല മക്കത്ത. ഈ ആയത്ത് ഇറങ്ങുന്നത് മക്കത്ത് വെച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ കൂത്താടുന്ന സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ആയതുകൊണ്ടാണ് എന്ത് സീറേരി അഖില മക്കത്താന്ത് സീറേരി ഉഴുബുദു എന്ന് പറഞ്ഞാൽ വഹിദു. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് നിസ്കാരം നോമ്പൊക്കെ തുടങ്ങിയിട്ടില്ല. എന്തേ ഉള്ളൂ? തൗഹീദിലേക്ക് ആളുകൾ വിളിക്കുന്ന സമയമാണ്. അതാണ് ഉഴുബുദു വഹിദു റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഏകത്വം അംഗീകരിക്കണം. അല്ലദീ യാതിർത്തനായ റബ്ബ് ഖലഖക്കും, അവൻ നിങ്ങളെ ഹൽക്ക് ചെയ്തു. അൻശഅക്കും, അവൻ നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചു. അതാ വലം തക്കൂനു ഷൈഅ, നിങ്ങളന്ന് ഷൈഅ ആയിരുന്നില്ല. വഖലഖല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുൻഗാമികളെയും അവൻ സൃഷ്ടിച്ചു. ലഅല്ലക്കും, എന്നാൽ നിങ്ങൾ ആയേക്കാം. ഈ ലഅല്ല തർജിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ടാവില്ല? തർജി തമന്നി പോലത്തെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് തമന്നിയും തർജി ആരിലേക്ക് തിരിക്കണം? മുഖാത്തബിലേക്ക് തിരിക്കണം. അപ്പോൾ ഇബാദത്തെടുത്താൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ത്? ലഅല്ലക്കും, ഈ ഇബാദത്ത് ചെയ്താൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ത്? തത്തഖൂന, നിങ്ങൾ കാക്കുന്നവരാകും എന്ന് പ്രതീക്ഷിക്കാം. ഇബാദത്തിഹി, ഈ ഇബാദത്ത് അള്ളാഹ്ക്ക് ഇബാദത്തുകളുണ്ട്. ഇക്കാബുഹു, അള്ളാഹിൻ്റെ ഇക്കാബിനെ നിങ്ങൾ കാക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാകാൻ വേണ്ടിയെന്ന് താരീലിൻ്റെ ലാലി ആക്കാം. അതിലേറെ നല്ലത് തർജിന്നാക്കലാണ്. പിന്നെ ഇപ്പോൾ ലാല്ലഫിൽ അസ്ലിൽ തർജി ആണോ? അസ്ലിൽ ലാല്ല തർജിക്കാണെങ്കിലും വഫി കലാമിഹി തആല തഹ്ലി തഹ്ഖീഖ്, അള്ളാഹ്ക്ക് പിന്നെ സംശയം ഉണ്ടാവില്ലല്ലോ കാര്യത്തിൽ. അള്ളാഹ്ക്ക് റജാഗ് തമന്നിയാണൊന്നും ഉണ്ടാവില്ല. അള്ളാഹ്ക്കൊക്കെ തഹ്ഖീഖ, എന്താ വരാൻ പോകുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് ഉറപ്പാണ് നമ്മൾ പിൽക്കാലത്ത് മുത്തക്കിയാവും. ഇബാദത്തും പിന്നീട് മുത്തക്കയായി മാറുന്ന കാര്യം അള്ളാഹ്ക്ക് ഉറപ്പാണ്. പക്ഷെ മുഖാത്തബോധം നമുക്കെന്താകാം? പ്രതീക്ഷിക്കാം. പിന്നെ അല്ലദീ യാതൊരുത്തനായ റബ്ബ് ജഅല എന്ന് പറഞ്ഞാൽ അവിടെ ഖലഖ എന്നുള്ള മാനാക്കാണ്. ശരിയല്ലേ? ജഅല് മുറക്കബല്ലത്, ജഅല് ബസീത്താണ്. ലക്കും, നിങ്ങൾക്ക് അവൻ പടച്ചു. അൽ അർള, അർളിനെ പടച്ചു. ഫിറാസൻ, ഫിറാസ നിലയിൽ പടച്ചു. ഹാലുൻ, ഈ ഫിറാസൻ എന്ന് പറഞ്ഞാൽ ഹാലാക്കണം. എന്താക്കരുത്? രണ്ടാം മഫൂലാക്കരുത്. ശരിയല്ലേ? എന്താ രണ്ടാം മഫൂലാക്കിയ കേട്? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ജഅല ആക്കി അൽ അർള, അർളിനെ ഫിറാസൻ, ഫിറാസ ആക്കി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഭൂമി പഠിച്ച ചീന, അന്ന് ഫിറാസൊന്നും അല്ല, ഇനി പിന്നെ പിടിച്ച് ഫിറാസാക്കി മാറ്റിയെന്നല്ല. പഠിച്ചപ്പോഴേ എങ്ങനെയാണ്? ഫിറാസായിട്ടാണ് പഠിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജാലിനെ എന്താക്കാൻ പറ്റൂല? മുറക്കബാക്കാൻ പറ്റൂല. ജാലിനെ ബസീത്താക്കണം. അപ്പോൾ ഹലക്കാന്ന് വാനക്കണം. ബിസാത്തൻ, വിരിപ്പ നിലയിൽ പടച്ചു. യുഫ്തറഷു, വിരിക്കപ്പെടുന്ന. ലാ ആയത്ത ലഹ, അതിനിക്ക് ഒരു അറ്റം ഇല്ല. ഫി സ്വലാബത്തി അവിൽ ലയൂനത്തി, കട്ടിയിൽ ടമ്പറിലോ അതല്ലെങ്കിൽ സോഫ്റ്റിലോ എന്തില്ല? അങ്ങേയറ്റല്ല. പറ്റ സോഫ്റ്റ് ആയാൽ കാല് പൂണ്ടുപോകും. ലോകം ഫുള്ള് പാറയാണെങ്കിലോ മനുഷ്യനിക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? ഒരു സാധനം കണ്ണുത്തി വെക്കാനോ കൃഷി ചെയ്യാനൊന്നും വയ്ക്കൂല.
അപ്പോൾ എന്തായി ഫല യുംകിൽ ഇസ്തിഖ്റാറു അലൈഹ. ഈ രണ്ട് രീതിയിലായാലും ഇസ്തിഖ്റാർ കഴിയൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മാറ്റി? സ്വലാവത്തിനും ഓയത്താക്കിയില്ല, ലുയൂനത്തിലും എന്താക്കി മാറ്റിയില്ല, അങ്ങേയറ്റത്തെത്തിയില്ല. ഒക്കെ എല്ലാം പാകം, ഒക്കെ പാകത്തിന്. നടക്കാൻ വയ്ക്കുകയും ചെയ്യും, എന്നാൽ കളക്കാൻ വയ്ക്കുകയും ചെയ്യും. ആ പിന്നെ സമായിനുള്ള പടച്ചു ബിനാ നിലയിൽ സുഖുഫൻ അല്ലെ സഖഫൻ, ഇവര് സീലിംഗ് പോലെയാ നിലയിൽ. ഈ ഉപരിഭാഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി തന്നു, മാൻ ഇറക്കി തന്നു. അഖ്റജ ബിഹി, ഇങ്ങോട്ട് അത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്റാജ് ചെയ്തു തന്നു. മിൻ അൻവായി സമറാത്തി, സമറത്തിന്റെ ഫലങ്ങളിൽ നിന്നും. റിസ്കല്ലക്കും, നിങ്ങൾ റിസ്കാ നിലയിൽ. തഅ്കുലൂനഹു വ തഅലിഫൂന ബിഹി ദവാബക്കും, അത് നിങ്ങൾ തിന്നുകയും അതുകൊണ്ട് നിങ്ങളുടെ നാൽക്കാലികൾക്ക് നിങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും ചെയ്യും. ആയതിനാൽ ഫലാ തജഅലു ലില്ലാഹി, അള്ളാഹ്ക്ക് നിങ്ങൾ ആക്കരുതേ അന്താദാ ശുറക്കാ ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാക്കരുത്. അള്ളാഹ്ക്ക് എന്ത് ചെയ്യില്ല? ഇബാദത്തിൽ പങ്കാളികളില്ല. ഇലാഹാര് മാത്രമേ ഉള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആ ഇലാഹിന് മാത്രമേ ഇബാദത്ത് കഴിയാൻ പാടുള്ളൂ. വഅൻതും തഅലമൂന, നിങ്ങൾ ഉറപ്പിച്ചവരല്ലേ എന്ത്? അന്നഹുൽ ഖാലിഖു, അള്ളാഹു മാത്രമാണ് ഖാലിഖ്. വലാ യഖ്ലുഖൂൻ, മറ്റ് ഒരു ദൈവങ്ങളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സാധനങ്ങളില്ലേ, അതൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നവരല്ല. അള്ളാഹു അല്ലാത്ത ഒരു സാധനത്തിനും എന്ത് ചെയ്യാൻ കഴിയൂല, മറ്റൊന്നിനെ ഹൽക്ക് ചെയ്യാൻ കഴിയൂല. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? വലായക്കൂനി ഇലാഹൻ ഇല്ലാമ യഖ്ലുഖു, സൃഷ്ടിക്കാൻ കഴിയുന്നക്കല്ലാതെ ഇലാഹാവും കഴിയൂലല്ലോ. ഇലാഹാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ മിനിമം എന്ത് വേണം? ഹൽക്കെങ്കിലും ആവണ്ടേ, ഖാലിക്കെങ്കിലും ആവണ്ടേ. ഖാലിക്കാർ മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ആർക്ക് അർഹത കൊടുക്കാവൂ? അള്ളാഹ്ക്ക് മാത്രം. പിന്നെ വൈൻ കുന്തും, നിങ്ങളാണെങ്കിൽ ഫി റൈബിൻ ഷക്കിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അബ്ദാവുന്ന മുഹമ്മദിൻ്റെ മേലിൽ ഞാൻ ഇറക്കിയിരിക്കുന്ന ഈ ഇതിൻ്റെ കാര്യത്തിൽ, ഒന്നിൻ്റെ കാര്യത്തിൽ ഷക്കിലാണെങ്കിൽ, ആ ഒന്നെന്തിനാൽ ഖുർആനാൽ, എന്താ നിങ്ങളെ ഷക്ക്? അന്നഹുമിൻ ഇന്ദില്ലാഹി, ഇത് അള്ളാൻ്റെ കല്ലിൽ തന്നെയാണോ എന്ന ഷക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവരൂ. ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ആ മുനസ്സലിൻ്റെ മിസിലിൽപ്പെട്ട സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. മിന്ന് ബയാനിക്ക, പിന്നെ ഐ ഹിയ മിസ്ലുഹു, അഥവാ ആ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സൂറത്ത് നാം ഇറക്കിയിരിക്കുന്ന ഖുർആൻ്റെ മിസിലാണ്. ഫിൽ ബലാഗത്തി, സാഹിത്യത്തിൻ്റെ വിഷയത്തിലും. ഹുസ്നിൻ നളമി, നല്ല മൊഞ്ചുള്ള കോർവൻ്റെ വിഷയത്തിലും. ഇഖ്ബാരി അനിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞ വിഷയത്തിലും ഇതിനോട് സമാനമാണ്. അങ്ങനെയുള്ള സൂറത്തുകൾ കൊണ്ടുവരൂ. എന്താണ് ഈ സൂറത്ത് പറഞ്ഞാൽ? സൂറത്ത് എന്നാൽ കിത്അത്തുൻ, അതൊരു ഭാഗമാണ്. ലഹ, അതിനുണ്ട് അവ്വലുൻ വാഹിറു, അവ്വലുൻ ഒരു തുടക്കമുണ്ട്, വാഹിറുൻ ഒരു അവസാനവുമുണ്ട്. വാക്കല്ലു സലാസു ആയാത്തി, ചുരുങ്ങിയൊരു 3 ആയത്തെങ്കിലും വേണം, അപ്പോഴേ ഒരു സൂറത്ത് എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെയുള്ള ഒരു സൂറത്ത് ഇന്നായത്തിനാക്കനെ വലിപ്പള്ള കൊടുത്താലും മതി. വദൂ, നിങ്ങൾ വിളിച്ചോളൂ. ശുഹദാഅക്കും, നിങ്ങളുടെ ആലിഹത്തക്കും മുല്ലത്തി തഅബുദൂനഹ, നിങ്ങൾ ഇബാദത്തെടുക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ സഹായത്തിന് കൂട്ടിക്കോളി. മിൻ ദൂനില്ലാഹി ഗൈരിഹി, അല്ലാഹനെ കൂടാതെ നിങ്ങളെ ദൈവങ്ങളായി കാണുന്ന കുട്ടി ദൈവങ്ങളില്ലേ, ആ ദൈവങ്ങളെയൊക്കെ കൂട്ടിക്കോളി സഹായത്തിൽ. തൊഴിലിനൊക്കെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇൻകുന്തും സാദിഖീന, സത്യം പറയുന്നവരാണെങ്കിൽ. ഫി അന്ന മുഹമ്മദൻ ഖാലഹു മിൻ ഇൻദി നഫ്സിഹി, ഈ ഖുർആനിനെ മുഹമ്മദ് സ്വന്തം നഫ്സിൻ്റെ വക്കൽ നിന്ന് ഉണ്ടാക്കി പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാദം നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ സഹായത്തിന് വാണ്ടോലൊക്കെ കൂട്ടിക്കോളി, നിങ്ങളൊന്ന് കൊണ്ടുവന്നോളി. ഫഫ്അലു ദാലിക, നിങ്ങളത് ചെയ്തോളി. ഫൈന്നക്കും അറബിയൂന ഫുസഹാഉ, നിങ്ങളും അറബികളാണല്ലോ. ഫുസഹാഉ മിസ്ലുഹു, ഈ മുഹമ്മദിനെ പോലെ തന്നെ ഒരു ഫസീഹ മനുഷ്യനുമാണല്ലോ നിങ്ങൾ, മനുഷ്യന്മാരുമാണല്ലോ നിങ്ങൾ. വലമ്മ അജദു അൻ ദാലിക, അങ്ങനെ അവർ ഖുർആനിനോട് സമാനമായത് കൊണ്ടുവരാൻ അശക്തരാണെന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ ഖാലല്ലാഹു തആല, അല്ലാഹ് പറയാണ്, ഫഇൻ ലം തഫ്അലൂ മാ ദുക്കിറാ, മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ, അജ്സിക്ക് അശക്തരാതിന് വേണ്ടി ചെയ്യാൻ കഴിയില്ലെങ്കിൽ, വലം തഫ്അലൂ ദാലിക അബദ, അതിന് ഇടക്കൊരു കാര്യം പറയാട്ടോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ വയ്ക്കൂല, ഇന്നിന് ജവാബ് വരാൻ പോകണുള്ളൂ. ഫത്തക്കുന്നാറാൻ, അപ്പം അതിൻ്റെ അടി കാര്യം പറയാണ്. വലം തഫ്അലൂ ദാലിക അബദൻ ലിദുഹൂരി ഇജാസിഹി, ഇജാസ് ആഖിറത്തിന് വേണ്ടി ഇങ്ങാണ്ട് ഒരിക്കലും കൊണ്ടുവരില്ല എന്ന് നമുക്കറിയാം. ഇത്റാദുൻ, ഇത് മുഅ്തറളാണ്. ഫത്തഖൂ ബിൽ ഈമാനി ബില്ലാഹ്,
അള്ളാഹിൻ്റെ ഏകത്വം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുത്തക്കീങ്ങളായിക്കോളി. അന്നഹു ലൈസ മിൻ കലാമിൽ ബശർ, നിശ്ചയം ഈ ഖുർആൻ മനുഷ്യ സംസാരത്തിൽ പെട്ടതല്ല, അള്ളാഹിൻ്റെ വക്കൽ നിന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുത്തക്കീങ്ങളായിക്കോളി. എന്തിന് സൂക്ഷിച്ചോളി? നാറ് സൂക്ഷിച്ചോളി. അല്ലത്തി ഒന്നായ നാറ്, വക്കൂതുഹാ വുക്കൂതല്ല വക്കൂത്, വാവിൽ ഫത്തുകൊണ്ട് വായിക്കണം. ഫഊൽ വസിനാണ്. വക്കൂത്തന്നെ ഫഊൽ വസിനാകുമ്പോൾ ആയുധം എന്നർത്ഥം, കത്തിക്കാനുള്ള ആയുധമാണ്. ആയുധമാകുന്നത് അന്നാസു നാസാണ്. നാസാണ് പറഞ്ഞാൽ അൻ്റെ കുഫാറാണ്. വൽ ഹിജാറത്തു കല്ലുകളുമാണ്. കല്ല് കത്തുന്ന തീ എന്തേകാരപ്പ തീ അസുനാമിഹിം, നിങ്ങൾ ഇബാദത്തെടുക്കുന്ന ബിംബങ്ങളൊക്കെ പോലെ, മിൻഹ കല്ലിനാൽ ഉണ്ടാക്കപ്പെട്ടതായ. യൈനീ ഇവിടെ അള്ള ഉദ്ദേശിക്കുന്നത് അന്നഹ നിശ്ചയമായിട്ടും ഈ നരകെന്ന് പറഞ്ഞ മുഫറത്തുൽ ഹറാത്തി, ചൂട് കൊടോരമാക്കപ്പെട്ടതാണ്, കാഠിന്യമാക്കപ്പെട്ടതാണ്. തുത്തക്കത് ബിമാദിക്കറ, മേൽ പറയപ്പെട്ട കല്ലുകളെ കൊണ്ടൊക്കെ കത്തിക്കപ്പെടുന്ന. ലാക്കനാരി ദുന്യവിയാ തീ പോലെയല്ല. തുത്തക്കത് ബിൽ ഹത്തബി വനാബി, വിറക് കൊണ്ടും മറ്റും കത്തിക്കപ്പെടുന്ന ദുന്യമായ തീ പോലെയല്ല. കല്ലുകളെ കൊണ്ട് കത്തിക്കപ്പെടുന്നതായ ഹറാറത്ത്, മുഫറത്തുൽ ഹറാറത്താണ് നരകം എന്നാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. ഉഇദ്ദത്ത് ഹുയ്യത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. യുഅദ്ദബൂന ബിഹാ, കാഫിരീങ്ങൾ ആ നരകം കൊണ്ട് ശിക്ഷിക്കപ്പെടും. ജുംലത്ത് മുസ്തഅനിഫത്ത് ആ ജുംലയാണത്. ഔ ഹാലിൻ, അല്ലെങ്കിൽ ഹാലും ലാസിമത്തായ ഹാലുമാണ്. കാഫിരീങ്ങൾ തയ്യാറാക്കപ്പെട്ട നിലയിലുള്ള നരകം കാത്തോളീൻ. അല്ലാഹ് കാക്കട്ടെ.